ഹായ് ഓൾ. LDC പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ SCRT ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇതിലെല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ LDC പ്രിപ്പറേഷൻ ടൈമിൽ വരുത്തിയൊരു മിസ്റ്റേക്ക് അതായിരുന്നു. ഏതൊക്കെ ചാപ്റ്റേഴ്സ് വേണ്ട എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്ന് ഈ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്ന ടോപ്പിക് ഇതാണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് LDC സിലബസ് കവർ ചെയ്യാൻ വേണ്ടത്? സിലബസിൽ പറയാത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ടെസ്റ്റ് സീരീസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് LDC പരീക്ഷയ്ക്ക് ആവശ്യമായ ചാപ്റ്റേഴ്സ് മാത്രം ഉൾപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് ബാച്ചിലെ ടൈം ടേബിൾ വെച്ചാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ നമുക്ക് 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിൽ നിന്ന് തുടങ്ങാം. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 മുതൽ 11 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും എന്താണ് നമുക്ക് ആവശ്യമുള്ളതാണ്. അതിൽ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ കേരള ഹിസ്റ്ററി ഉണ്ട്. സോ 1 മുതൽ 10, 11 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും 10ാം ക്ലാസ്സിൽ സാമൂഹ്യശാസ്ത്രം പാർട്ട് 1ൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പാർട്ട് 2ലേക്ക് വരികയാണെങ്കിൽ ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ വരുന്ന ഒരു മേഖലയാണ്. ഇതിലും എല്ലാ ചാപ്റ്റേഴ്സും 10ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ സയൻസ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ സയൻസിൽ ബയോളജി പോർഷൻ, ജീവശാസ്ത്രത്തിൽ എല്ലാ ചാപ്റ്റേഴ്സും എന്താണ് നമുക്ക് പഠിക്കാൻ ആവശ്യമായ ചാപ്റ്റേഴ്സാണ്. നമ്മുടെ സിലബസിൽ പറയുന്ന ചാപ്റ്റേഴ്സാണ് 1 മുതൽ 8 വരെയുള്ള ചാപ്റ്റേഴ്സ്. ഞാൻ ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, നിങ്ങളുടെ കമ്പാരിസൺ പുസ്തകത്തിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത ചാപ്റ്റേഴ്സും വേണ്ട ചാപ്റ്റേഴ്സും ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒപ്പം തന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുവാനും അല്ലാത്ത ചാപ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്ത് നിർത്താനും സാധിക്കും. ഇനി നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ റിവിഷൻ എന്ന് പറയുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് നമ്മൾ വായിക്കുന്നതിനേക്കാൾ ഓർത്തെടുക്കുന്നതിലാണ് കാര്യം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നെയും ഓർത്തെടുക്കുന്നതിൽ. സോ നിങ്ങൾ ടെസ്റ്റ് സീരീസിൽ ഫോളോ ചെയ്യുന്നത് ഇതേ ഒരു പാറ്റേൺ ആണ്. ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസ് SCRTയുടെ ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യും. അത്തരത്തിൽ നിങ്ങൾക്ക് നേരത്തെ കുട്ടികളുടെ ടൈം ടേബിൾ പ്രകാരം എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാനും പിറ്റേ ദിവസം ടെസ്റ്റ് എഴുതാൻ നേരത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് മനസ്സിലാക്കാനും വീക്കറായിട്ടുള്ള പോർഷൻസ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് ചോദിക്കും എന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കെമിസ്ട്രി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ പാർട്ട് 1ലെ എല്ലാ ചാപ്റ്റേഴ്സും 1 മുതൽ 4 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും പാർട്ട് 2ൽ വരുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊന്നും നമുക്ക് പരീക്ഷ പോയിന്റിൽ അങ്ങനെ ചോദിച്ച് കാണാറില്ല. അത് നമ്മുടെ സിലബസിലും പറയുന്നില്ല. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല. പകരം ഒരു ചാപ്റ്റർ അലോഹൽ സംയുക്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഊർജ്ജതന്ത്രം ഫിസിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിലെ 1 മുതൽ 7 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ അതിനുശേഷം ഈ പഠിച്ച ടെസ്റ്റ് എഴുതിയ ചാപ്റ്റേഴ്സ് തന്നെ പിന്നെയും ഒന്നുകൂടെ എന്ത് ചെയ്യുക, പിന്നെയും ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തെറ്റിപ്പോയ ചോദ്യങ്ങൾ ഇപ്പോഴും തെറ്റ് ആവർത്തിക്കുന്നുണ്ടോ, അത് തിരുത്തി പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ വഴി ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ 100ഓളം ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മറ്റുള്ളവരെ പഠിക്കുന്നതിനേക്കാൾ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ടൈം മാനേജ്മെൻറ്റ്. സോ അത് ഒരു അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ഇത്തരത്തിൽ പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് എഴുതുക എന്നുള്ളത്. അതും പരീക്ഷകൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മാറിയ PSC പാറ്റേണുള്ള പരീക്ഷകൾ തന്നെ എഴുതാൻ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ പഴയ രീതിയിലുള്ള പിന്നെയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതിലുള്ള കാര്യമില്ല. നമ്മൾ മാറിയ പരീക്ഷാ പാറ്റേണിനോടൊപ്പം മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒപ്പം തന്നെ നമ്മുടെ ട്വിസ്റ്റ് ചെയ്തും ടേൺ ചെയ്തും ഒക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് വിത്തിൻ ദ സിലബസുള്ള ചോദ്യങ്ങൾ തന്നെ പരിചയപ്പെടണം. അതായത് നമ്മുടെ SCRT ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് PSC ഇങ്ങനെ ട്വിസ്റ്റും ടേണും ചെയ്ത് ചോദിക്കുന്നത്. ആ തരത്തിലുള്ള ക്വസ്റ്റ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി 5ാമത്തെ പാഠത്തിലേക്ക് വരികയാണെങ്കിൽ, ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അതിൽ സാമൂഹ്യശാസ്ത്രത്തിൽ 1, 2 ചാപ്റ്റേഴ്സ് ഇല്ല. പകരം ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും എന്തുണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലും ആ പാർട്ട് 2ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 8ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ല എന്നുള്ളതാണ്. അതും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ നേരത്തെ നോട്ട് ചെയ്ത് പോകുക. 8ാമത്തെ ചാപ്റ്ററൊക്കെ നമുക്ക് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ്. മഗധ എംപയറുമായിട്ട് ബന്ധപ്പെട്ട അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബേസിക് സയൻസിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും 1 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും എന്താണ് 5ാം ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 6ാം ക്ലാസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സയൻസിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ സോഷ്യലിലേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രത്തിലേക്ക് വരുവാണെങ്കിൽ 1, 2 ചാപ്റ്റേഴ്സ് പഠിക്കാനില്ല. 6ാം ക്ലാസ്സിലെ 1, 2 ചാപ്റ്റേഴ്സ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ്. ഒപ്പം തന്നെ 7, 8 ചാപ്റ്റേഴ്സൊക്കെ മിഡീവൽ കേരളയും മിഡീവൽ വേൾഡ് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. പകരം പാർട്ട് 2ൽ പഠിക്കാനുള്ളത് 10, 11, 12 ചാപ്റ്റേഴ്സാണ്. ഇനി 7ാം ക്ലാസ് നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ സയൻസിലെ എല്ലാ ചാപ്റ്റേഴ്സും ഒന്നുണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. സാമൂഹ്യശാസ്ത്രത്തിലെയും എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കാനുണ്ട്. സാമൂഹ്യശാസ്ത്രത്തിലെ 1 മുതൽ 13 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും 7ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. 7ാം ക്ലാസ്സിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ചാപ്റ്റേഴ്സുകളൊന്നുമില്ല. ഇനി 8ാം ക്ലാസ് നോക്കുകയാണെങ്കിൽ 8ാം ക്ലാസ്സിലെ സയൻസിലെ എല്ലാ ചാപ്റ്റേഴ്സും, സയൻസിലെ ഏകദേശം 20ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 20ഓളം ചാപ്റ്റേഴ്സ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സാമൂഹ്യശാസ്ത്രത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 8ാം ക്ലാസ്സിലെ 1, 2 ചാപ്റ്റേഴ്സ് എന്തില്ല നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അത് ആ ഒരു ചാപ്റ്റേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഷ്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒപ്പം തന്നെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ 1, 2 ചാപ്റ്റേഴ്സ് ഇല്ല. പകരം ഉള്ളത് 3, 4, 6, 7 ചാപ്റ്റേഴ്സാണ്. അതിൽ 5ാമത്തെ ചാപ്റ്റർ പ്രാചീന തമിഴകമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നമുക്ക് എന്തില്ല, സിലബസിൽ ഇല്ലാത്തതാണ്. ഒപ്പം തന്നെ 8, 9 ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാനില്ല. പകരം ഉള്ളത് 11, 12, 10 ചാപ്റ്റേഴ്സുകളൊക്കെയാണ്. അപ്പോൾ 8, 9 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മഗധ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സും ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ്. സോ ആലോചിക്കാം. ഇനി നമ്മുടെ 9ാം ക്ലാസ് നോക്കുകയാണെങ്കിൽ 9ാം ക്ലാസ്സിന് നമുക്ക് ബയോളജിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും 1 മുതൽ
7 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. കെമിസ്ട്രിയിൽ അതുപോലെയാണ് 1 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സിൽ നോക്കി കഴിഞ്ഞാൽ 1 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹ്യശാസ്ത്രത്തിൽ വരുവാണെങ്കിൽ അതിലും 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ ഫസ്റ്റ് 1-2 ചാപ്റ്റേഴ്സുകൾ ഇമ്പോർട്ടൻ്റ് അല്ല. ഒപ്പം അത് എന്താണ് മിഡീവൽ ഇന്ത്യൻ വേൾഡ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സുകളാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് അല്ല. പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ 3, 7, 8, 9 ചാപ്റ്റേഴ്സാണ്. 3, 7, 8, 9 ചാപ്റ്റേഴ്സ്. ഇനി ജോഗ്രഫി പാർട്ടിലേക്ക് വരുവാണെങ്കിൽ 1 തൊട്ട് 5 വരെയുള്ള ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സ് ചാപ്റ്റേഴ്സുകളാണ് 6 മുതൽ 9 വരെയുള്ള ചാപ്റ്റേഴ്സ്. അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ചാപ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്യാം. 4 മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, അതും അവോയ്ഡ് ചെയ്യാം. 5 മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, അതും അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സുകളെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഇത്തരത്തിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ആ പഠിക്കുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവിഷൻ ചെയ്ത് പോവുക. സോ കീപ് യുവർ പ്രിപ്പറേഷൻ സ്റ്റഡി ആൻഡ് ഗുഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഡേറ്റ് PC. താങ്ക് യു ഓൾ.